എല്ലാവരും ഇന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ തോട്ടുമുഖം സ്ഥലത്ത് ഇവിടെ അങ്ങാടിയിൽ ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. ഇവിടെ യേശു സന്നിഹിതനാണ് നമ്മുടെ മധ്യത്തിൽ. നമ്മോടുകൂടെ ഈ പ്രദേശത്തെല്ലാം യേശുവിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുകയാണ്. ഈ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ എല്ലാവരും ഇവിടെ ആയിരിക്കുക. അവിടുത്തെ ഒന്ന് ശ്രവിക്കാൻ, അവിടുത്തെ ഒന്ന് കേൾക്കാൻ, അവിടുത്തെ സ്വന്തമായി തീരാൻ. യേശു നമ്മെ വിളിച്ചത്, നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത് അവിടുത്തെ സ്നേഹിച്ച് അവിടുത്തെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടിയാണ്. നമ്മുടെ ജീവിതം മുഴുവനും ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടതാണ്. നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിലും ദൈവോന്മുഖരായിട്ടാണ് നമ്മൾ മുന്നോട്ട് ജീവിക്കേണ്ടത്. നമ്മൾ ഈ ലോകത്തിനല്ല അനുരൂപരാകേണ്ടത്, നമ്മൾ ദൈവോന്മുഖരായി ജീവിക്കേണ്ടവരാണ്. പ്രിയമുള്ളവരെ, നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ദൈവത്തെ സ്നേഹിക്കുക? അവിടുത്തെ കൽപ്പനകളും അവിടുത്തെ പ്രമാണങ്ങളും അനുസരിച്ചുകൊണ്ട്. യേശു നമ്മെ പഠിപ്പിച്ചത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം എന്നാണ്. യേശു ഈ ലോകത്തിൽ ജീവിച്ച കാലത്ത് എല്ലാവരെയും ആത്മാർത്ഥമായി സ്നേഹിച്ചു, നന്മ മാത്രം ചെയ്ത് കടന്നുപോയി. ആ യേശുവിനെയാണ് നമ്മൾ ഇപ്പോൾ അനുകരിക്കേണ്ടത്. അവിടുത്തെ ജീവിതമാണ് നമ്മൾ സ്വന്തമാക്കേണ്ടത്. നമ്മൾ നിക്ഷേപം കരുതി വയ്ക്കേണ്ടത് സ്വർഗത്തിലേക്കാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക. അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല, കള്ളന്മാർ മോഷ്ടിക്കുകയില്ല. അതെ, യേശുവിന് വേണ്ടി സമ്പാദിക്കേണ്ടവരാണ് നമ്മൾ. നമ്മൾ എങ്ങനെയാണ് ഈ ലോകത്തിൽ ജീവിക്കേണ്ടത്? പരസ്പരം സ്നേഹിച്ചുകൊണ്ടും പരസ്പരം സഹായിച്ചുകൊണ്ടും പരസ്പരം പങ്കുവെച്ചുകൊണ്ടും ക്ഷമ കൊടുത്തുകൊണ്ട് നമ്മൾ ജീവിക്കേണ്ടവരാണ്. എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്. ദൈവം സൃഷ്ടിച്ചവരാണ് നാം എല്ലാവരും. ഇവിടെ ജാതി മത വർണ്ണ വ്യത്യാസം ഒന്നുമില്ല. എല്ലാ മക്കളും സഹോദരങ്ങളാണ്. അപ്പോൾ നമ്മുടെ സഹോദരങ്ങളെ എങ്ങനെയാണ് നാം സ്നേഹിക്കേണ്ടത്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം എന്നാണല്ലോ അവിടുന്ന് നമ്മോട് അരുളി ചെയ്തത്. ആ വചനത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവിടുന്ന് നമ്മെ ജീവിച്ച് കാണിച്ച അതേ മാതൃക പിന്തുടർന്നുകൊണ്ട്